പണിക്ക് വരാൻ പറഞ്ഞു കടയ്ക്ക്. ഹംസാക്ക് വരാൻ പറഞ്ഞു. ഇവിടെ പണിക്ക് വന്നിട്ട് ഹംസാക്ക് വരാൻ പറഞ്ഞു. പണി കൊഴപ്പല്ല, നോക്കി ഞാനൊക്കെ നാട്ടിൽ പോകാണ്ടിരിക്കാണ്. എന്റെ നാട്ടിൽ നോക്കി ഞാനും ഇവരൊക്കെ എങ്ങനെയൊക്കെ ഇവിടെ നിൽക്കാം. ഇവിടെ നമുക്ക് ഹംസാക്ക് കുറച്ചെന്നെ വരും, നിങ്ങളൊന്ന് വെയിറ്റ് ആക്കി. ഹംസാക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ വരുന്നുണ്ടാവും. എപ്പോഴാ വരാനാവല്ലേ? അതറിയില്ല, മുപ്പരിപ്പ് വരും. വരാൻ പറഞ്ഞു, 8 മണിക്ക് വരാൻ പറഞ്ഞാണ്. നിങ്ങളൊന്ന് വെയിറ്റ് ആക്കി, മുപ്പരിപ്പ് വരും. നിങ്ങളുടെ നാട്ടിലെവിടെയാന്ന് പറഞ്ഞു? ഞാൻ നെല്ലായ നാച്ചിയെ ജോയിയുടെ പറഞ്ഞതൊക്കെ, അല്ലെങ്കിൽ വൻ കോമഡി ആവും ലാസ്റ്റ്. മോലാലിനോട് സംസാരിച്ചു പോയിക്കോട്ടെ. സംസാരിച്ചപ്പോ വരും. 8 മണിക്ക് വരുമോ? മൂപ്പര് കുറച്ചുമ്പത്തിന് വരും. അപ്പൊ വരാം. ബൈക്ക് ഓടിക്കൂലേ? രാത്രി 12 മണി വരെ കണ്ടിന്യൂസ് പണിയാണ്. എത്ര മണിക്കൂറുണ്ട്? അങ്ങനൊന്നുമില്ല, അത് കസ്റ്റമർ വരുന്നതിനനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും. കുഴപ്പമില്ല, നിങ്ങൾ ഇരിക്കും. കുറെ ഓടാണ്. നമ്മുടെ കഴിച്ചിലായി മുതലാളിക്കിടയില് മീൻകറി ഞാനവിടെ അപ്പുറത്ത് ബാക്കിൽ പച്ചക്കറി ഇട്ട് ചരങ്ങിയും ചീരിയും വെട്ടിട്ട് പരിവാവും. നാളെ ബീഫാണെന്നൊക്കെ പറഞ്ഞത്. പണിക്ക് കൊണ്ടിട്ട് പുതിയ ആള് വന്നാലേ ശരിയാക്കാൻ പറ്റി. എന്തായാലും അവര് നോക്കി മുതലാളി വന്നിട്ട് ചോദിച്ചോളൂ. നമ്മളെന്തിനാ ആൾക്കാരില്ല ഒരുപാട് ഒഴിവായി കിട്ടും. ന്യൂട്രെടുക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. പിന്നെ കുഴപ്പമില്ലല്ലോ, രാവിലെ കുറച്ച് വൈകിട്ട് ജയിച്ചാൽ മതി. അല്ലാതെ നമ്മൾ ജയിപ്പിച്ചാൽ മതി. അസ്സലാമലൈക്കും. ഞാൻ ഹംസാക്കല്ലേ. ഞാന് പണിക്ക് ഞാൻ ഫോൺ വിളിച്ചിരുന്നു. പണിക്ക് പറഞ്ഞേ? പണി പോലും പറഞ്ഞാൽ കുഴപ്പമില്ല. പണി കടയത്തെ പണി കുഴപ്പമില്ല. പക്ഷെ റൂമിൽ ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഭക്ഷണം ഉണ്ടാക്കണം, റൂം ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഒരു പറഞ്ഞു. ഭക്ഷണം ഉണ്ടാക്കലൊന്നും ഇപ്പൊ നമ്മള് പറഞ്ഞില്ലല്ലോ. ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കും. ഭക്ഷണം ഉണ്ടാക്കാൻ ആരോ കടയിലത്തെ പണികൾ നമുക്ക് ചോദിക്കോ? കടയത്തെ പണി കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്ത് പണി എടുത്തോണ്ട് പ്രശ്നമൊന്നുമില്ല. ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യമാണ് വലിയ ഐഡിയ ഉണ്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ ഇവിടെ 2-3 ആളുണ്ട് വേറെ. ഇതിപ്പോ പുതിയ വന്നല്ലേ, കടയിലെ പണികൾ എന്നോട് പറഞ്ഞു. അതിനാണ് ഇപ്പൊ നമ്മള് പുതിയ ആള് വെക്കണത്. കടയിലത്തെ നോക്കാത്തോണ്ട്. പണി കുഴപ്പമില്ല. കടയിലത്ത് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. ആരാ എന്നോട് ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഒരു കണ്ടാണ്. അത് നാച്ചി നാച്ചിയും മുസ്തഫയോ? മുസ്തഫ മുസ്തഫ നാച്ചിയ. ഓന് കടയിലെ പണി പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങള് അടുക്കള പണികളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നത്. ഫസ്റ്റ് ഒരാള് വരുമ്പോ ഓർക്ക് കടയിലെ പണികൾ കാണിച്ചു കൊടുക്കണം. നമ്മളൊക്കെ വന്നപ്പോ അങ്ങനെ തന്നെ കിച്ചൺ ക്ലീൻ ചെയ്യലും ഭക്ഷണം ഉണ്ടാക്കലും വന്ന പുതിയതായി വന്നപ്പോ നമ്മളൊക്കെ അങ്ങനെ തന്നെ രീതിയിൽ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ വന്ന മാതിരിയല്ല. അപ്പൊ എന്നെ കുട്ടികൾക്കൊന്നും അങ്ങനെയല്ല ഒന്നും അറിയില്ല. ആദ്യം വന്നിട്ട് കടയിലെ പണി പഠിക്കും, പിന്നെ കുറച്ചിട്ടായിട്ട് മനസ്സിലാക്കിക്കോട്ടെ പറഞ്ഞതാണൊക്കെ. ഓനിപ്പോ അതുകൊണ്ട് ഓനിക്ക് ഒരു കമ്പല്ലാതെ ഞാൻ ഓനോട് കടയിലെ പണി ഇപ്പൊ എടുക്കും. ഭക്ഷണം ഞാൻ ഉണ്ടായിക്കൊണ്ട് അല്ല, ഒരു പുതിയ ഒരാള് വന്നതാണ്. അവനൊക്കെ പണി പറഞ്ഞു കൊടുക്കുക. ആദ്യം ചിപ്സ് എടുക്കുക, സലാഡ് എടുക്കുക, കണക്കുകൾ നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ വന്ന മാതിരി ഞങ്ങള് പറഞ്ഞതേ, ഞങ്ങളും വന്നപ്പോ അങ്ങനെയൊക്കെ തന്നെ ഇരുന്നു. ഓൻ പറയുന്നു ഞങ്ങള് വന്ന പോലത്തെ പറഞ്ഞു. ഞാൻ റൂം ക്ലീൻ ആക്കണം. ഞാൻ അത് നമ്മളെ കാര്യം നമ്മള് വന്നപ്പോ അങ്ങനെയൊക്കെ ഇരുന്നു. അത് എന്നോട് പറഞ്ഞു തന്നു. ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മളിങ്ങനെ മാറി മാറി ഉണ്ടാക്കേണ്ടി വരും. അത് പഠിപ്പിക്കും, കുറച്ചായിട്ട് ഓല് പറഞ്ഞു തരും. ഇവരൊക്കെ പോലും പഴയ ആൾക്കാരാണ്. അപ്പൊ ഓല് പറയുന്ന കുറച്ച് ഞാൻ കേട്ടിട്ടേ കേട്ടോ. നല്ല നോ വന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് പണി പോലും പറഞ്ഞു കൊടുക്കണ്ട് നിങ്ങള്. കേട്ടോ, എന്നാ ശരി. അപ്പൊ എന്നാ അങ്ങനെ പറഞ്ഞ മാതിരി കേട്ടോ. ഇന്നത് പണിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കി കേട്ടോ. അവസ്ഥ പിന്നെ പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ അല്ല, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന പറഞ്ഞ ഉറപ്പല്ലേ? അപ്പൊ നിങ്ങൾ ചൂടാവില്ല. നേരത്തെ പറഞ്ഞ ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞേ. ഞാൻ അതുകൊണ്ട് ഓക്കെയാ പറഞ്ഞത്. ഫുഡ് ഉണ്ടാക്കൂലേ?
ഞാനിന്ന് ഫുഡ് ഉണ്ടാക്കുന്നതാണ് പഠിപ്പിച്ചത്. എന്നിട്ട്